ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു നോഡ് സീരീസിലെ ഡിവൈസാണ്. നമ്മൾ ഇന്ന് ഓൾറെഡി OnePlus Nord 5 അൺബോക്സിങ് ചെയ്തായിരുന്നു. അതിൻ്റെ കൂടെ ഇറങ്ങിയ മറ്റൊരു സ്മാർട്ട് ഫോണാണ് നോഡ് സീരീസിൽ തന്നെ OnePlus Nord CE5. അപ്പോൾ നോട്ട് 5 തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ഡിവൈസാണ് OnePlus Nord CE5. ഇൻഫാക്ട് OnePlus Nord CE4 നല്ല ഒരു ഓൾറൗണ്ട് പാക്കേജ് ആയിരുന്നു. അറൌണ്ട് 25,000 റുപ്പീസ് ആണ് അന്ന് വില വന്നത്. ഇതും ആ റേഞ്ചൊക്കെ തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. OnePlus Nord CE5 ഇതിലും കുറേ അപ്ഗ്രേഡ്സ് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി പ്രോസസ്സർ വളരെയധികം പവർഫുൾ ആണ്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി ഇൻക്രീസ് ആയിട്ട് എല്ലാത്തിലും തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഡിസൈൻ ലാംഗ്വേജും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ചേഞ്ച്, എന്തൊക്കെയാണ് നല്ല ആസ്പെക്ട്സ്, എന്തൊക്കെയാണ് ഇതിനകത്ത് ഡൗൺ ഗ്രേഡ്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ OnePlus Nord CE5 ഒന്ന് അൺബോക്സ് ചെയ്യാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ബ്ലൂ കളറാണ്. ഇത് കൂടാണ്ട് തന്നെ ഒരു ഗ്രേയും ഒരു സിൽവർ കളറും ഉണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന ബ്ലൂ കളറാണ്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് ബാക്കി ഡിസ്പ്ലേയും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഡിസൈനിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് പാക്കേജ്. Nord CE5 ഇവിടെ സൈഡിൽ ഇത് ചെയ്യണം, മെയ്ഡ് ഇൻ ഇന്ത്യ. അഗെയിൻ ഇത് റീറ്റെയിൽ ബോക്സ് അല്ല, നമുക്ക് കിട്ടിയ റിവ്യൂ യൂണിറ്റ്, അതുകൊണ്ടാണ് നോട്ട് ഫോർ റീറ്റെയിൽ സെയിലിന് എഴുതിയിരിക്കുന്നത്. 8GB RAM 256GB സ്റ്റോറേജ് ആണ്. 8GB ആണ് ഇതിന്റെ മാക്സിമം. 128 256GB സ്റ്റോറേജ് ആണ് വരുന്നത്. 1.19 ആണ് ഹെഡ്സ് ആർ, ബോഡീസ് ആർ 0.907 ആണ്. നെക്സസ് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇടാം. MediaTek Dimensity 8350 ഒക്ടോകോർ പ്രോസസ്സറാണ് പവർ ചെയ്തിരിക്കുന്നത്, മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കാണാം. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്തൊരു, നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് തുറക്കാം. അപ്പോൾ ഉള്ളിൽ ഒരു ബ്ലാക്ക് ബോക്സ് ആണ്. ഈ ബോക്സിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു കേസാണ്, സ്റ്റാൻഡേർഡ് TPU കേസാണ്. ഒരു ബ്ലൂ കളർ കേസാണ്, അതായത് ഡിവൈസിന്റെ കളറിനോടുള്ള ഒരു കേസാണ്. നല്ല ക്വാളിറ്റിയുള്ള കേസാണ്, അത്യാവശ്യം കുഴപ്പമില്ല. നെവർ സെറ്റിൽ ബ്രാൻഡിങ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ എന്താ പറയുക, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിവൈസാണ്, നമുക്ക് ഡിവൈസ് പുറത്തെടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ വരുന്നത് നമുക്ക് ഒരു 80 വാട്ടിൻ്റെ അഡാപ്റ്ററാണ്, സ്റ്റാൻഡേർഡ് 80 വാട്ട് സൂപ്പർ വൂക്ക് അഡാപ്റ്ററാണ്. പിന്നെ ഒരു USB Type-C ചാർജിങ് കേബിളും ഒരു സിം ഇജക്ടർ പിന്നുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ ഡിവൈസ്, പുറത്തേക്ക് എടുക്കാം. OnePlus Nord CE5. അപ്പോൾ ലുക്സിൻ്റെ കാര്യത്തിൽ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്, ഒരു മാറ്റ് ഫിനിഷാണ്. ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ, ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് ഫിനിഷാണ്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കാണാം. അതേപോലെ തന്നെ നമുക്കിവിടെ നല്ലൊരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം പ്ലാസ്റ്റിക് ബിൽഡ് തന്നെയാണ്. ഇതും പ്ലാസ്റ്റിക് ആണ്, എന്നാൽ നല്ലൊരു ക്വാളിറ്റി പ്ലാസ്റ്റിക് എന്നുള്ളത് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. കാരണം ഒരു ഗ്ലാസിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സോഫ്റ്റ് മാറ്റാണ്, എന്നാൽ അത്യാവശ്യം നല്ല ഗ്രിപ്പും ഉണ്ട്. ഇവിടെ പവർ ആൻഡ് വോളിയം കീസ് കാണാം. അതേപോലെ തന്നെ മുകളിൽ മൈക്രോഫോൺ കാണാം. താഴത്തെ USB Type-C പോർട്ട്, സിംഗിൾ സ്പീക്കർ ഇതിനകത്തുള്ളൂ, അതൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് സിം ട്രേ ആണ്, USB Type-C പോർട്ടാണ്. ഇവിടെ ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിലെ ഡിസൈൻ ഡെഫിനറ്റ്ലി നല്ലതാണ്. പിന്നെ ക്യാമറ മോഡ്യൂൾ, ഡ്യുവൽ ക്യാമറ മോഡ്യൂളിലെ ഒരു ഡിസൈനും കാണാം. അപ്പം ഓവറോൾ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. പിന്നെ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അറൌണ്ട് 8.1 mm ആണ് തിക്നെസ് വരുന്നത്. അത്രയ്ക്ക് മിനിമൽ അല്ല, എന്നാൽ അത്രയ്ക്ക് കൂടുതലും അല്ല. പിന്നെ 199 grams ആണ് വെയിറ്റ് വരുന്നത്. അത്യാവശ്യം അറൌണ്ട് സ്ലൈറ്റ്ലി ഹയർ ഡിവൈസ്, ഹയർ വെയിറ്റ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് കുഴപ്പമില്ല. ലെസ് ദാൻ 200 grams ആണ് വെയിറ്റ് വരുന്നത്. അപ്പോൾ ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിസൈൻ്റെ കാര്യം പറയുന്നത്. നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റിങ്സ് എടുത്ത് കാണിച്ചു തരാം. ഉണ്ടല്ലേ, ബെസൽസ് ഒക്കെ വളരെ മിനിമൽ ബെസൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ ബെസൽസ് കുറച്ചധികമുണ്ട്, എന്നാൽ ബാക്കിയുള്ള ബെസൽസ് എല്ലാം തന്നെ മിനിമലാണ്. കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ ആണ്. ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറ ആണ്. ഈ ഡിസ്പ്ലേന്റെ സൈസ് പറഞ്ഞാൽ 6.77 inches ഡിസ്പ്ലേ ആണ്. ഇത് 387 pixels per inch ആണ്. ഫുൾ HD റെസൊല്യൂഷൻ ആണ്. 1300 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹൈ ബ്രൈറ്റ്നസ്, പീക്ക് ബ്രൈറ്റ്നസ് 1430 ആണ്. ഹൈ ബ്രൈറ്റ്നസ് ആണ് 1300. പിന്നെ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് അറൌണ്ട് 800 nits ആണ് വരുന്നത്. പിന്നെ ഇത് sRGB വാല്യൂ, ഡിസ്പ്ലേ P3, 10-bit കളർ സപ്പോർട്ട് ഉണ്ട്. HDR10+ സപ്പോർട്ട് ഉണ്ട്. അതേപോലെ നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലൊക്കെ HDR സപ്പോർട്ട് അവൈലബിൾ ആണ്.
പിന്നെ ഐ കംഫർട്ട് മോഡ്, സ്ക്രീൻ കളേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഇതൊരു 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല. അവിടെ നമുക്ക് സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഉണ്ടല്ലേ, ഹയർ റിഫ്രഷ് റേറ്റ് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിമീഡിയ കാണാനൊക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്, കാരണം ആമോലെഡ് ഡിസ്പ്ലേ ആണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല റിച്ച് ടോൺസ് ആണ് വരുന്നത്. അപ്പോൾ കാര്യമായ കുഴപ്പങ്ങളൊന്നും തന്നെ ഡിസ്പ്ലേയിൽ കാണാനില്ല. ഔട്ട്ഡോർ വിസിബിലിറ്റിയും കുഴപ്പമില്ല. ഞാൻ 1-2 തവണ ഇപ്പോൾ ടെസ്റ്റിങ്ങിന്റെ ഭാഗമായി പുറത്ത് കൊണ്ടുപോയിരുന്നു, പക്ഷേ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ട്, ഡീസെന്റ് ലെവൽ ഓഫ് ബ്രൈറ്റ്നസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയർ ഒബ്വിയസ്ലി OxygenOS ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടില്ലേ ആൻഡ്രോയിഡ് അബൌട്ട് ഡിവൈസ്, OnePlus Nord CE5, MediaTek Dimensity 8350 Apex ചിപ്പാണ്. ബാറ്ററി 7100 mAh ബാറ്ററി, 8 GB RAM ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 8 GB RAM ആണ് ഹയർ വേരിയന്റ് എന്ന് പറയുന്നത്, എന്നാൽ 12 GB RAM ഉള്ള വേരിയന്റ് ഉണ്ട്. 8 128, 8 256, 12 256 എന്ന് പറഞ്ഞ മറ്റൊരു വേരിയന്റ് ഉണ്ട്. LPDDR5X റാമും UFS 3.1 സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ അതൊന്നും ഈ പ്രൈസ് സെഗ്മെന്റിൽ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണെന്ന് പറയാം. പിന്നെ സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് ആൻഡ്രോയിഡ് 15 ആണ്, എന്താ പറയുക OxygenOS 15 ആണ് കൊടുത്തിരിക്കുന്നത്. എഗെയിൻ OnePlusന്റെ OxygenOS വളരെ സ്മൂത്ത് ആണ്. ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്, ലാഗോ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. നല്ല ഒരു UI എക്സ്പീരിയൻസ് ആണ്, ജസ്റ്റ് കൺട്രോൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്ക് പ്രോബ്ലം പറയില്ല. പിന്നെ ബ്ലോട്ട്വെയർസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് ബ്ലോട്ട്വെയർസ് ഉണ്ട്. ലിങ്ക്ഡിൻ, ഫിറ്റ്ബിറ്റ്, അതേപോലെ ഫോൺ പേ, നെറ്റ്ഫ്ലിക്സ്, ഇങ്ങനെ ഒരു 5-6 ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. എന്നാലും അത്രയധികം ബ്ലോട്ട്വെയർസ് ഒന്നുമില്ല. OnePlusന്റെ സ്റ്റോറും ബാക്കിയുള്ള ആപ്സ് ഒക്കെയാണ് ഇൻസ്റ്റാൾഡ്. അപ്പോൾ ഒരുപാട് ബ്ലോട്ട്വെയർസ് ഇതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്ന, ഫോർ എക്സാമ്പിൾ ലിങ്ക്ഡിനൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്ന ആപ്സ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ അപ്പ് ചെയ്താൽ മതി. വേറെ ബ്ലോട്ട്വെയർസ് ഇഷ്യൂസ് ഒന്നുമില്ല. നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം. നമുക്കറിയാമല്ലോ OnePlusന്റെ UI എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ഒരു അടിപൊളി ആണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിന് നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഡിസൈൻ, ഡിസ്പ്ലേ, സോഫ്റ്റ്വെയർ ഒക്കെ പറഞ്ഞു. സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്, വളരെ സ്മൂത്തായ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞില്ല. അതേപോലെ 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 6 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതും നല്ലൊരു ഫീച്ചറാണ്. ഇനി ഈ പ്രോസസ്സറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു അപ്ഗ്രേഡഡ് പ്രോസസ്സറാണ്, Dimensity 8350 ഒക്ടോ പ്രോസസ്സർ. ഇൻഫാക്ട് ഈ പ്രോസസ്സർ ഒരുപാടധികം ഡിവൈസസിൽ വന്നിട്ടുണ്ട്. ഇത് വളരെ പവർഫുൾ ആയ ഒരു ചിപ്പാണ്. ഇൻഫാക്ട് ആൻറ്റിറ്റ്യൂഡ് സ്കോർ നോക്കി ഓൾമോസ്റ്റ് 14 ലക്ഷമാണ് എനിക്ക് കിട്ടിയ ആൻറ്റിറ്റ്യൂഡ് സ്കോർ. 13,98,000, ഓൾമോസ്റ്റ് ക്ലോസ് ടു 14 ലക്ഷമാണ് നമുക്ക് കിട്ടിയത്. നല്ലൊരു സ്കോറാണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ. അതേപോലെ തന്നെ സ്റ്റോറേജ് ടെസ്റ്റ് 1,53,000 ആണ് എനിക്ക് കിട്ടിയത്. UFS 3.1 ആണ്, LPDDR5X റാമോട് കൊടുത്തിരിക്കുന്നത്. UFS 3.1 കുഴപ്പമില്ല, ഒരു 25,000 രൂപ താഴെയുള്ള സെഗ്മെന്റിൽ 3.1 കുഴപ്പമില്ല, നല്ലൊരു ഫീച്ചർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം പല ഡിവൈസിനും 2.2 ഇപ്പോഴും കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 3.1 ഡെഫിനറ്റ്ലി നല്ലതാണ്, ആക്സെപ്റ്റബിൾ ആണ്. പെർഫോമൻസ് അടിപൊളിയാണ്, സൂപ്പർബ് എക്സ്പീരിയൻസ് ആണ്. Dimensity 8050 നല്ലൊരു ചിപ്പാണ് കേട്ടോ. നല്ല പവർഫുൾ മാത്രമല്ല, വളരെ സ്മൂത്ത്, ഹാങ്ങോ അങ്ങനത്തെ ലാഗോ ഒന്നും തന്നെ ഇല്ല. നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. പിന്നെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റും OxygenOSന്റെ കാര്യം ഞാൻ പറയട്ടെ, നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഇതിൽ തരുന്നത്. അപ്പോൾ പെർഫോമൻസിൽ ഒരു ലാഗോ ഹിക്കപ്സും ഇല്ല. ഇൻഫാക്ട് ഗെയിമിങ്ങും നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ വേപ്പർ ചേമ്പർ കൂളിംഗ് ഒക്കെ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊന്നും തന്നെ കോംപ്രമൈസ് ഇല്ല എന്ന് പറയാം. എഗെയിൻ ആൻറ്റിറ്റ്യൂഡ് സ്കോർ എന്നല്ല, പക്ഷേ ഒരു കോംപ്രമൈസ് ഇതിലുള്ളത് എന്താ വെച്ചാൽ സിംഗിൾ സ്പീക്കറേ ഉള്ളൂ, സ്റ്റീരിയോ സ്പീക്കർ ഇല്ല എന്നുള്ളതാണ് ഒരു കോംപ്രമൈസ്. അത് പ്രോബബ്ലി എനിക്ക് തോന്നുന്നു അത് ഡ്യുവൽ കൊടുക്കേണ്ടതായിരുന്നു, ഡെഫിനറ്റ്ലി പറയാം. കാരണം സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കർ മാത്രമേ ഉള്ളൂ, മുകളിലത്തെ സ്പീക്കർ അവൈലബിൾ അല്ല. അപ്പോൾ സിംഗിൾ സ്പീക്കറേ ഉള്ളൂ. സ്പീക്കർ അത്യാവശ്യം ലൗഡാണ്, എന്നാലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ ഈ പ്രൈസ് സെഗ്മെന്റിൽ വേണ്ടതായിരുന്നു. അതാണ് ഒരു പോരായ്മ എന്ന് പറയാവുന്നത്. പിന്നെ നമുക്ക് എല്ലാ 5G ബാൻഡ്സ് സപ്പോർട്ടഡ് ആണ്. ഡിസ്പ്ലേ ഫിംഗർ സ്കാനർ അതൊന്നും തന്നെ പ്രോബ്ലം ഇല്ല. അപ്പോൾ ഓവറോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ അടിപൊളിയാണ്. എഗെയിൻ ഒരേ ഒരു പോരായ്മ എനിക്ക് തോന്നിയുള്ളൂ, സിംഗിൾ സ്പീക്കറേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിലൊരു പോരായ്മ. ഇനി അടുത്ത് നമുക്ക് ക്യാമറയിലോട്ട് കിടക്കാം. ഇവിടെ നമുക്ക് 50 മെഗാപിക്സൽ പ്രൈമറി ക്യാമറയും ഒരു 8 മെഗാപിക്സൽ അൾട്രാവൈഡ് ആണ്. സോണി ലൈറ്റ് 600 സെൻസറാണ്, f1.8 അപ്പേച്ചറാണ്, അൾട്രാവൈഡ് ആണ്, ഓംനിവിഷൻ സെൻസറാണ്. അതുകൂടാണ്ട് നമുക്ക് ഒരു 16 മെഗാപിക്സൽ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അഗെയിൻ ക്യാമറയുടെ കാര്യത്തിൽ സോണി സെൻസറാണ്, അത്യാവശ്യം നല്ല പ്രോസസ്സിംഗ് ആണ്. Dimensity 8350 ഒക്ടോ പ്രോസസ്സറും നല്ലൊരു പ്രോസസ്സിംഗ് ആണ്, ISP ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് OnePlus Nord CE5 എടുത്ത ക്യാമറ സാമ്പിൾസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട്. അഗെയിൻ ഡീറ്റെയിൽഡായി ഞാൻ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം. ക്ലാരിറ്റി കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, കളേഴ്സ് നല്ലതാണ്. അതേപോലെ തന്നെ പോർട്രേറ്റ്സ് ആണെങ്കിലും
സെൽഫീസ് ആണെങ്കിലും ഒക്കെ തന്നെ നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ റിയർ ക്യാമറയിൽ 4K 60 FPS സപ്പോർട്ടഡ് ആണ്, അതേപോലെ തന്നെ 4K 30 FPS സപ്പോർട്ടഡ് ആണ്. പക്ഷേ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ നമുക്ക് 1080p 60 FPS സപ്പോർട്ടുള്ളൂ, 4K സപ്പോർട്ടഡ് അല്ല. അപ്പോൾ ഈ ഒരു ഡിഫറൻഷിയേറ്റിംഗ് ആസ്പെക്റ്റ് ആണുള്ളത്. അതായത് നമുക്ക് റിയറിൽ 4K ഉണ്ട്, ഫ്രണ്ടിൽ 1080p റെസൊല്യൂഷൻ ആണ്. പക്ഷേ ഓവറോൾ എനിക്ക് തോന്നുന്നു ക്ലാരിറ്റി കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി, നല്ല ഒരു ക്ലാരിറ്റിയാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്യാമറയെ കുറിച്ച് നമുക്ക് വിശദമായി റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം. എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ എന്ന് ഡെഫിനറ്റ്ലി പറയാം. ഇനി അടുത്തത് ബാറ്ററിയിലോട്ട് പോകാം. 7100 mAh ബാറ്ററി, ദ ലാർജസ്റ്റ് ബാറ്ററി എവർ ഓൺ എ OnePlus സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. കാരണം OnePlus ഇത്രയും കാലം ഇറക്കിയ സ്മാർട്ട് ഫോണിൽ 7200 ഇതുവരെ ഉണ്ടായിട്ടില്ല. 6800 ആണ് ഇതിനു മുമ്പ് Note 5 വന്നത്. അതിലും കൂടിയതാണ് 7100 mAh കപ്പാസിറ്റി ബാറ്ററി. സിംഗിൾ സെൽ ബാറ്ററിയാണ്, 80 watt ചാർജിങ്ങോടെ വരുന്നത്. അറൌണ്ട് 1 hour 15 minutes 10 minutes എന്താണ് എടുക്കുന്നത്, ഒരു 70 മിനിറ്റോളം എടുക്കും ചാർജ് ചെയ്യാൻ. കാരണം 7100 mAh ആണ്, 80 watt ചാർജിങ്, അത്യാവശ്യം സ്പീഡാണ്. അപ്പോൾ സിംഗിൾ സെൽ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഫാസ്റ്റിൽ ചാർജ് ചെയ്യില്ല. എന്നാലും 1 മണിക്കൂറിൽ ജസ്റ്റ് അപ്പോൾ 1 മണിക്കൂർ 10 മിനിറ്റ് എന്താണ് ചാർജിങ്ങിന് എടുക്കുന്നത്. ഇങ്ങനെ കുഴപ്പമില്ല. ബാറ്ററി ലൈഫും അടിപൊളിയാണ്, നല്ല ഒപ്റ്റിമൈസ്ഡ് ആണ് എനിക്ക് തോന്നിയത്. ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ എനിക്ക് തോന്നിയത്, ഞാൻ ഡീറ്റെയിൽ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാനുണ്ട്, എന്നിട്ട് നമുക്ക് പറയാം റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ. എന്നാൽ ഇനീഷ്യൽ ടെസ്റ്റിങ്ങിലെ ബാറ്ററി ലൈഫ് നല്ലതായിട്ടാണ് എനിക്ക് തോന്നി. കംപ്ലൈൻസ് ഒന്നും തന്നെ കാര്യമായി പറയാനില്ല. അപ്പോൾ ഇതായിരുന്നു OnePlus Nord CE 5ൻ്റെ ഒരു അൺബോക്സിങ്ങും എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനും. ഇതിൻ്റെ വില എനിക്ക് തോന്നുന്നു ഒരു 25,000 റുപ്പീസിൻ്റെ താഴെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നു. എഗെയിൻ പ്രൈസിങ്ങിനെ കുറിച്ച് നമുക്ക് അറിയില്ല, ഇത് ഞാനൊരു ഗസ് വെച്ച് പറഞ്ഞതാണ്. കാരണം OnePlus Nord CE 4ൻ്റെ പ്രൈസിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതും ആ ഒരു റേഞ്ചിൽ തന്നെ തുടങ്ങേണ്ടതാണ്. അപ്ഗ്രേഡ് ചെയ്യാൻ പറയില്ലേ, പ്രോസസ്സർ അപ്ഗ്രേഡഡ് ആണ്, ക്യാമറാസും നല്ലതാണ്. അതേപോലെ നമുക്ക് ബാറ്ററീൻ്റെ കാര്യത്തിലും വളരെയധികം അപ്ഗ്രേഡ് ഉണ്ട്. 7200 mAh ബാറ്ററി വന്നിട്ടുണ്ട്, അതൊരു വലിയ അപ്ഗ്രേഡ് ആണ്. പിന്നെ ഡിസൈൻ ലാംഗ്വേജ് നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്, കംപ്ലൈൻസ് ഒന്നും തന്നെ പറയില്ല. ഓവറോൾ നല്ലൊരു പാക്കേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു. എഗെയിൻ ഞാൻ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യാനാണ്, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായി വെയിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു OnePlus Nord CE 5ൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.